ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നാടൻ സ്റ്റൈലിൽ വെക്കുന്ന ചിക്കൻ കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക് ഉണ്ടാവുക. പൊതുവേ എല്ലാവരും കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുക, പക്ഷേ നമ്മൾ മൺചട്ടിയിൽ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഉണ്ടാവുക. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് എടുത്തു വെക്കാനുള്ളത് 10 ചെറിയ ഉള്ളിയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ചുള്ള ഇഞ്ചി, 2 നല്ല എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ചതച്ചെടുത്താലേ ഉണ്ടാവാം. ഇതിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് മൺചട്ടി ചൂടാക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച ചുവ മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും മൺചട്ടി ആയതുകൊണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ പച്ച ചുവയൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസിൽ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്യാം. ഇനി അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉള്ളി വഴന്ന് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉള്ളി നന്നായി വഴന്ന് വന്നാൽ അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയൊക്കെ കരിഞ്ഞു പോകും. പൊടിയുടെ പച്ചച്ചുവയൊക്കെ മാറി വന്നാൽ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 മീഡിയം സൈസിലുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന 3/4 കിലോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും ഉള്ളിയും മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലയുമായി നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനും മസാലയുമായി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറവായതിനാൽ 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ചിക്കനിലൊക്കെ നന്നായി വെള്ളം ഉള്ളതുകൊണ്ട് ചിക്കനിലെ വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം ഗ്രേവി ഒന്നും ആവശ്യമില്ല. 15 മിനിറ്റ് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. മൺചട്ടിയിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല നാടൻ ഫ്ലേവറും കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.